മലപ്പുറം അരീക്കോട് വൻ രാസലഹരി വേട്ട 14.120 ഗ്രാം MDMA-യുമായി കോളേജ് വിദ്യാർത്ഥിനി അടക്കം 4 പേർ പിടിയിൽ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രാസലഹരി വിതരണം ചെയ്യുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. ഇതിനു പുറമെ അരീക്കോട് വീട്ടിൽ നിന്നും MDMA-യുമായി കോഴിക്കോട് സ്വദേശിയെയും പിടികൂടി. മുബഷീർ പി അക്ബറുണ്ട്. മുബഷീർ, വലിയ വേട്ടയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിരുന്നോ ഈ ലഹരി വേട്ട? മുബഷീർ, ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതേ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ വ്യാപകമായിട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്, അറസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. നിരവധി ലഹരിക്കടത്ത് സംഘങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ചൈത്ര തെരേസ ജോണിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിലാണ് മലപ്പുറം അരീക്കോട് 2 കേസുകളും മലപ്പുറം കൊണ്ടോട്ടിയിൽ 1 കേസും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ അരീക്കോടുണ്ടായ കേസ് കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. ഈ സംഭവത്തിൽ മഞ്ചേരി, അരീക്കോട്, കാവനൂർ, പൂക്കളത്തൂർ, തൃപ്പനച്ചി മേഖലകളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രാസലഹരി വിതരണം ചെയ്യുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ യുവതിയടക്കം 4 പേരാണ് ഡാൻസ് ഓഫിന്റെയും അരീക്കോട് പോലീസിന്റെയും പിടിയിലായിരിക്കുന്നത്. പൂക്കളത്തൂർ സ്വദേശി വാര്യം കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് ദിൽഷാദ് 24 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ്. പൂക്കളത്തൂർ തൃപ്പനച്ചി സ്വദേശിയായിട്ടുള്ള കുന്നിക്കൽ വീട്ടിൽ ഷഹൽ നമാസ് 21 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് ഓർക്കണം അരുൺകുമാർ. മൂന്നാമത് കാരാപ്പറമ്പ് കൂട്ടാവ് സ്വദേശി മുണ്ടിയൻ കുന്നത്ത് വീട്ടിൽ സജമീർ 34 വയസ്സ്. 4ാമത്തെ പ്രതി 20 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി കൊല്ലം അഞ്ചൽ സ്വദേശിനി ഫിദ മൻസിൽ വീട്ടിൽ ഫിദ ഫാത്തിമ എന്ന് പറയുന്ന 4 പ്രതികളെയാണ് അരീക്കോട് പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. അരീക്കോട് തന്നെയുള്ള കൈപ്പക്കുളത്തെ സ്വകാര്യ ലോഡ്ജിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി ഇവർ MDMA പദാർത്ഥം വിതരണം ചെയ്തു വരികയായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും ഏകദേശം 14.120 ആഭ്യന്തര വിപണിയിൽ വലിയ വില വരുന്ന MDMA ആണ് പിടികൂടിയിരിക്കുന്നത് അരുൺകുമാർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി ഉൾപ്പെടെ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. 2ാമത്തെ കേസും അരീക്കോട് ഭാഗത്ത് തന്നെയാണ്. അരീക്കോട് വെച്ച് തന്നെ കോഴിക്കോട് സ്വദേശിയെ MDMA-യുമായി അരീക്കോട് താമസിക്കുന്ന വീട്ടിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ അരീക്കോട് പുത്തലത്ത് താമസക്കാരനായ തരിപ്പാലപ്പറമ്പ് വീട്ടിൽ ജംഷാദ് 40 വയസ്സുള്ള യുവാവിനെയാണ് വീട്ടിൽ നിന്നും 1.2 ഗ്രാമോളം MDMA-യുമായിട്ട് പിടികൂടിയിരിക്കുന്നത്. മറ്റൊരു കേസും കൊണ്ടോട്ടിയിൽ അരീക്കോടിന് സമീപത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് MDMA പദാർത്ഥം റോഡരികിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ റോഡരികിലെ മരത്തിന് സമീപത്തുനിന്നും കടലാസിൽ പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവറിലുള്ള 5 ഗ്രാമോളം MDMA ആണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വലിയ പരിശോധനകൾ മലപ്പുറം ജില്ലയിൽ വിവിധ ഇടങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി വേണം ഈ അറസ്റ്റുകളെ കണക്കാക്കാനാണ് അരുൺകുമാർ. ഓക്കെ, മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിദ്യാർത്ഥിനി അടക്കമാണ്. അതാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മളുടെ അടുത്ത് ഏഴായാലും തടിപ്പിക്കരുത് കേട്ടോ. ചിലരൊക്കെ ഇതിന് ഇരയായി പോകുന്ന മനുഷ്യരായിരിക്കും. എങ്കിലും ഒരു കരുണയും ഇവരോട് വേണ്ടതില്ല എന്നുള്ളതാണ്. മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന മനുഷ്യരാണ് ലോകത്തെ ഏറ്റവും മനുഷ്യത്വം കുറഞ്ഞ മനുഷ്യരെന്നാണ് നമ്മൾ എപ്പോഴും പറയുക. അവർ നശിപ്പിക്കുന്ന ഒരു തലമുറയെ മാത്രമല്ല, ചിന്തിക്കുകയും ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വംശത്തെ മുഴുവനാണ് അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും സീറോ ടോളറൻസ് ടു ഡ്രഗ്സ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഗ്രാം MDMA-യുമായിട്ടൊക്കെ പോകുന്നതിന് പകരം ആ പൈസയൊക്കെ വാങ്ങിച്ചു നല്ല പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ നല്ല പ്രോട്ടീനോ ഒക്കെ കഴിച്ച് നല്ലപോലെ കളിക്കളത്തിലേക്ക് ഇറങ്ങി നല്ലപോലെ ഫുട്ബോളോ വോളിബോളോ ക്രിക്കറ്റോ ഒക്കെ കളിച്ച് പിള്ളേർ ഹാപ്പി ആയിട്ടിരിക്കേണ്ടതിന് പകരം ഡോപ്പമിൻ തേടി പോവുകയാണ്. കൃത്രിമമായി ഡോപ്പമിൻ തേടിപ്പോയ ഒരു മനുഷ്യരും രക്ഷപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ഡോപ്പമിൻ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഡോപ്പമിൻ കണ്ടെത്താം, കളിക്കളങ്ങളിൽ ഡോപ്പമിൻ കണ്ടെത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല ആസ്വദിക്കുന്ന സമയത്ത് ഡോപ്പമിൻ കിട്ടും, അല്ലേ? അല്ലെങ്കിൽ നല്ല പുസ്തകം വായിക്കുന്ന സമയത്ത് കിട്ടും. ഇപ്പോൾ പിള്ളേർക്കെല്ലാം കൃത്രിമമായിട്ടുള്ള ഡോപ്പമിൻ വേണം. അതുണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഒരു മനുഷ്യനൊരു മനസ്സ് ഓക്കെ ആയിട്ടിരിക്കത്തുള്ളൂ. ഡോപ്പമിൻ വേണം, പക്ഷേ അത് കൃത്രിമമായിട്ടുണ്ടാക്കാൻ പോകരുത്. മറ്റെന്തെല്ലാം വഴികളുണ്ട്. നിങ്ങളൊരു ട്രക്കിങ്ങിന് പോയി നോക്കൂ. ആ ട്രക്കിങ്ങിൽ ഏറ്റവും മലയുടെ മുകളിൽ കയറി നിന്ന് താഴ്വാരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ പവിടം പോലെ കിടക്കുന്ന വെള്ളം കെട്ട് കാണുമ്പോൾ, ഒരു തടാകത്തെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് ഇനി എത്ര MDMA അടിച്ചാലും കിട്ടൂല. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പം യാത്രകൾ ലഹരിയാക്കുക, ഫുട്ബോൾ ലഹരിയാക്കുക എന്നുള്ളത് മാത്രമാണ് പ്രേക്ഷകരോടും പറയാനുള്ളത്. ഈ വാർത്തയൊക്കെ കേട്ടിട്ട് ഭയം ഉണ്ടാവുന്നു. കാരണം പെൺകുട്ടികളും വിദ്യാർത്ഥികളും അടക്കമുള്ളവരാണ് ഇതിൻ്റെ സെല്ലേഴ്സായിട്ട്, കാരിയേഴ്സായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വലിയ നീരാളിപ്പിടുത്തമായിരിക്കും അത്.